PSC പരീക്ഷകളിൽ നിങ്ങൾ ഒരു പരീക്ഷയ്ക്ക് തൊട്ടു മുമ്പ് പ്രിപ്പയർ ചെയ്യുന്നവരാകട്ടെ, അല്ലെങ്കിൽ തുടക്കമാകട്ടെ, നടുവിലാകട്ടെ, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അക്ഷയഖനിയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും അതിനോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യം, ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിനോടനുബന്ധിച്ച് മുൻകാലങ്ങളിൽ തന്ന ചോദ്യം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചു പോകുന്നതൊക്കെ തന്നെ നിങ്ങൾക്ക് ഗുണം ചെയ്യും. രണ്ട് ഗുണമാണ് ഇതിനുള്ളത്. ഒന്ന്, ഇപ്പോൾ പരീക്ഷയുടെ അവസാന സമയത്താണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ നന്നായി പഠിച്ചു പോയവർക്ക് ഒരു റിവിഷനാണ്. അവിടെ പുതിയ കാര്യം പഠിക്കുന്നതായിരിക്കില്ല അവർക്ക് നല്ലത്. അതേസമയം ഒരു കുറച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ പഠിത്തത്തിൽ തുടക്കക്കാരായവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ച് കാര്യങ്ങൾ പുതുതായി പഠിച്ചു പോകാം. കാരണം ഓർമ്മയിൽ നിൽക്കാൻ സ്ഥലം ഉണ്ടാവും. പുതുതായിട്ട് കുറച്ച് കാര്യമായിട്ടൊന്നും പഠിച്ചിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പോൾ എക്സാമിൻ്റെ സമയത്ത് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലേക്ക് ശ്രദ്ധയൂന്നുന്നത് വളരെ നന്നായിരിക്കും. ഇനി നിങ്ങൾ പഠനത്തിൻ്റെ തുടക്കത്തിലോ മധ്യത്തിലോ ഒക്കെ നിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ വീക്കായിട്ടുള്ള ഏരിയ ഏതാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ചോദ്യം അറിയില്ല, അപ്പോൾ ആ വസ്തുക്കളിലൂടെ ഒന്ന് ശ്രദ്ധിക്കാം, ആ സബ്ജക്റ്റിലേക്ക് ഒന്ന് ഡീപ്പായിട്ട് പോവുകയും ചെയ്യാം. എക്സാമിൻ്റെ സമയത്ത് അത് ചെയ്യേണ്ട, എക്സാമിൻ്റെ സമയത്ത് ചെയ്തു പോയാൽ മതി. അപ്പോൾ ഈ വരാൻ പോകുന്ന 10th പ്രിലിംസിനും ഇനി അങ്ങോട്ടുള്ള എല്ലാ എക്സാമുകൾക്കും ഗുണപ്രദമായിട്ടുള്ള സീരീസാണ് ഇത്. 10ാമത്തെ വീഡിയോ ആണ്. ഇത് കാണുക നിർബന്ധമായും. പറ്റുമെങ്കിൽ ഇതിനുള്ള മുന്നേ ഉള്ള വീഡിയോ ഒക്കെ കാണുക. ലിങ്ക് ഞാൻ എന്തിൽ നൽകുന്നുണ്ട്? ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. 2020 മുതൽ 24 വരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും ഉൾപ്പെടുന്ന ഒരു സീരീസാണിത്. 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ട്, പ്രിലിംസ് മാത്രമല്ല മെയിൻസ്, മറ്റ് 10th ലെവൽ എക്സാമുകൾക്കും വേണ്ടിയിട്ട്. ഇത് കൂടാതെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ 2020 മുതൽ 24 വരെയുള്ള എല്ലാ ഇതുവരെ ചോദിച്ച മുഴുവൻ ചോദ്യങ്ങളും, 20 മുതൽ 24 വരെ 10th ലെവലിൽ ചോദിച്ച എല്ലാ ജനറൽ നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, കോൺസ്റ്റിറ്റ്യൂഷൻ, എക്കണോമിക്സ് എല്ലാം അതിൽ വരും, പോളായിട്ട് വരും. അത് കൂടാതെ നിങ്ങൾക്ക് എന്തും തരും? കറണ്ട് അഫയേഴ്സ് കിട്ടും, മാത്സ് കിട്ടും, ഇംഗ്ലീഷ് കിട്ടും, മലയാളം കിട്ടും. നമുക്ക് 2020 മുതൽ 24 വരെ നിങ്ങളുടെ ഒഴിവ് സമയത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോകും. മാത്രമല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോ ക്ലാസ് കിട്ടും. അത് സബ്ജക്റ്റ് വൈസ് നമ്മൾ PDF നോട്ടുകൾ വേറെ തരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കാനുള്ളത് തരും. ഓൺലൈൻ എക്സാം ഉണ്ടാവും. അപ്പോൾ വീഡിയോ ക്ലാസ്, PDF നോട്ട്, ഓൺലൈൻ എക്സാമുകൾ, അങ്ങനെ നിങ്ങളുടെ പഠനത്തിന് ആവശ്യമായ സാമഗ്രികൾ മുഴുവൻ ലഭിക്കുന്നതിന് 2025 മുഴുവൻ ഇത് ലഭിക്കും. 2025 സർക്കാർ ജോലി നിങ്ങളുടെ ഉദ്ദേശമാണെങ്കിൽ ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളോടൊപ്പം അതിൽ ജോയിൻ ചെയ്യുക. ഒപ്പം തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, അവിടെ ഈ പോൾ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇട്ടാൽ നിങ്ങൾക്കത് പെട്ടെന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും, അല്ലെങ്കിൽ PDF വരുമ്പോൾ അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടും. വളരെ കുറഞ്ഞ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ടാവും. പറ്റുമെങ്കിൽ രണ്ടിലും ജോയിൻ ചെയ്യുക. മിനിമം നിങ്ങൾ ടെലിഗ്രാമിലെങ്കിലും ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു. നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ക്ലാസ്സിലെ ചോദ്യം ആദ്യത്തേതാണ്, ഏത് ഗവർണർ ജനറലിൻ്റെ കാലത്താണ് റവന്യൂ ബോർഡ് രൂപവൽക്കരിച്ചത്? അറിയാലോ അല്ലേ? വാറൻ ഹേസ്റ്റിംഗ് ആണ്. അപ്പൊ ഗവർണർ ജനറലും വൈസ്രോയും വരാറുണ്ടല്ലേ. ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ റവന്യൂ ബോർഡ് രൂപവൽക്കരിച്ചത് മാത്രമല്ല, ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. 1774 1774 നോക്കണം. 1757 പ്ലാസി യുദ്ധം. ആ പ്ലാസി യുദ്ധത്തോടു കൂടിയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കമാകുന്നത് ഇന്ത്യയിൽ. പിന്നീട് 7 വർഷം കഴിഞ്ഞാൽ 1757 + 7 1764 റോബർട്ട് ക്ലൈവും സിറാജ് ഉദ് ദൗളയും തമ്മിലുള്ള പ്ലാസി യുദ്ധം, അത് 1757 പ്ലാസി യുദ്ധം. അത് കഴിഞ്ഞ് 57 7 കൂട്ടിയാൽ 64 ബക്സർ യുദ്ധം. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറയാകുന്നു. അത് കഴിഞ്ഞ് 10 കൊല്ലം കൂടി കഴിയുമ്പോൾ വാറൻ ഹേസ്റ്റിംഗ് വരുന്നു. വാറൻ ഹേസ്റ്റിംഗ് എന്തായി മാറുന്നു? ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറലായി മാറും. എന്നാൽ പിന്നീട് 1856 ഇന്ത്യ ഏകദേശം മുഴുവൻ ബ്രിട്ടീഷുകാരുടെ കയ്യിലാകുന്നു. ബംഗാളിൽ നിന്ന് തുടങ്ങുന്ന ഭരണം. പക്ഷെ അതിനെതിരെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടാകുന്നു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ 1857 ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഉണ്ടാകുന്നു. അതിൻ്റെ ഫലമായി 1858 പ്രൊക്ലമേഷൻ ഓഫ് ദ ക്യൂൻ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെൻറ് നേരിട്ട് ഏറ്റെടുക്കുന്നു കമ്പനിയിൽ നിന്ന്, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ. അതോടുകൂടി ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറി ബ്രിട്ടീഷ് രാജ്ഞിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ വൈസ്രോയി ആയി മാറി. 1858 മുതൽ വൈസ്രോയിയാണ് കാനിങ് പ്രഭു. അപ്പോൾ ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഗവർണർ ജനറലാണ്, അത് കാനിങ് പ്രഭു തന്നെയാണ്. പക്ഷെ 1858 പ്രൊക്ലമേഷൻ ഓഫ് ക്യൂൻ വന്നോടുകൂടി
ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് സർക്കാർ നേരിട്ട് ഏറ്റെടുക്കുന്നതോടുകൂടി ആ കാനിങ് പ്രഭു എന്ന് പറയുന്ന ഗവർണർ ജനറൽ എന്തായി മാറുന്നു? വൈസ്രോയി ആയി മാറുന്നു. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ വൈസ്രോയി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി കാനിങ് പ്രഭു തന്നെ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആരാണ്? മൗണ്ട് ബാറ്റൻ ആണ്. പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചപ്പോൾ ഈ വൈസ്രോയി മൗണ്ടൻ ബാറ്റൻ തന്നെ വീണ്ടും ഗവർണർ ജനറൽ ആകും. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ ആണ്. പിന്നീട് മൗണ്ട് ബാറ്റന് പകരം ഗവർണർ ജനറലായി ഇന്ത്യക്കാരൻ തന്നെ വരുന്നു, ജനറൽ സി രാജഗോപാലാചാരി വരുന്നു. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അത് സി രാജഗോപാലാചാരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ അതും സി രാജഗോപാലാചാരിയാണ്. നോക്കൂ, ഓർത്തു വെക്കാൻ എളുപ്പമില്ലേ? അതായത് 1774 ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്. 1857 ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ, 57 കഴിഞ്ഞിട്ട് 58 ആകുമ്പോഴേക്കും ആ ഗവർണർ ജനറൽ ആയിട്ടുള്ള കാനിങ് പ്രഭു വൈസ്രോയി ആയി മാറുന്നുണ്ട്. കാരണം ഞാൻ പറഞ്ഞു. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറൽ ആരെന്നെ? കാനിങ് പ്രഭു. ആദ്യത്തെ ഗവർണർ ജനറൽ വാറൻ ഹേസ്റ്റിംഗ്, അവസാനത്തെ ഗവർണർ ജനറൽ കാനിങ് പ്രഭു. അദ്ദേഹം തന്നെയാണ് ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സമയത്ത് ഗവർണർ ജനറൽ. പിന്നീട് ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുക്കുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്നും. അപ്പൊ ഗവർണർ ജനറൽ എന്തായിട്ട് മാറുന്നു? രാജ്ഞിയുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ വൈസ്രോയി ആയി മാറും. അപ്പൊ ആദ്യത്തെ വൈസ്രോയും കാനിങ് പ്രഭു തന്നെ. പിന്നീട് എന്ത് സംഭവിക്കുന്നു? പിന്നീട് ഇന്ത്യയിൽ തന്നെയാണ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൻ. പിന്നീട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. ആ മൗണ്ട് ബാറ്റൻ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ ആകുന്നു. പിന്നീട് ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ വരുന്നു, സി രാജഗോപാലാചാരി. അപ്പോൾ സ്വതന്ത്ര ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യക്കാരനായ ഏക ഗവർണർ ജനറലും ആരാണ്? സി രാജഗോപാലാചാരി. ബംഗാളിൽ ദ്വിഭരണം നിർത്തലാക്കിയത് വാറൻ ഹേസ്റ്റിംഗ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ കാരണം? ദ്വിഭരണം നിർത്തലാക്കിയത്. അതായത് 1774 ഗവർണർ ജനറൽ ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. അദ്ദേഹം തന്നെയാണ് ദ്വിഭരണം നിർത്തലാക്കുന്നത്. എന്താന്ന് ഓർമ്മ ഉണ്ടോ? അപ്പോൾ വാറൻ ഹേസ്റ്റിംഗുമായി ഒരുപാട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? റവന്യൂ ഡിപ്പാർട്ട്മെന്റ് വരുന്നു. മാത്രമല്ല ബോംബെ മുതൽ താനെ വരെയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത 1853 വളരെ പ്രധാനപ്പെട്ടത് ആണ് തുറന്നു കൊടുത്തത് ഡൽഹൌസിയാണ്. ദത്താവകാശ നിരോധന നിയമം ഒക്കെ നടപ്പിലാക്കിയ ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽവേ ബോംബെ മുതൽ താനെ വരെ വരുന്നത്. 1853 അത്. അതിൽ റെയിൽവേ മാത്രമല്ല, തപാൽ വകുപ്പ്, ടെലിഗ്രാം, ഇതൊക്കെ ഇവിടെ ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഡൽഹൌസിയുടെ കാലത്താണ്. ഇപ്പൊ ദത്താവകാശ നിരോധന നിയമമുണ്ട്, റെയിൽവേ ഉണ്ട്. റെയിൽവേ ഓർക്കണേ, ബോംബെ മുതൽ താനെ വരെയാണ് ആദ്യം, ഡൽഹൌസിയാണ്. ദത്താവകാശ നിരോധന നിയമം, റെയിൽവേ, തപാൽ വകുപ്പ്, ടെലിഗ്രാം, ഇതൊക്കെ ആരുടെ കാലത്താണ്? ഡൽഹൌസിയുടെ കാലത്താണ്. നേരത്തെ ഞാൻ പറഞ്ഞു 1857 വിപ്ലവത്തിന്റെ കാലത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നത് കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിക്കപ്പെടുമ്പോഴത്തെ വൈസ്രോയി കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും കാനിങ് പ്രഭുവാണ്. ഇന്ത്യയിൽ ആദ്യമായി ബജറ്റ് അവതരിപ്പിക്കുമ്പോഴുള്ള വൈസ്രോയും കാനിങ് പ്രഭു. മദ്രാസ്, കൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചത് അത് റിപ്പൺ പ്രഭുവാണ്. മദ്രാസ്, കൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. എൻ്റെ പൂർവികരെ പോലെ തന്നെ തോക്കുകൊണ്ടും വാൾ കൊണ്ടും തന്നെ ഇന്ത്യയെ ഭരിക്കും എന്ന് പ്രഖ്യാപിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. കഴ്സൺ പ്രഭുവിനെ ഓർക്കുമ്പോൾ നിങ്ങൾ എന്താ ഓർക്കേണ്ടത്? ബംഗാൾ വിഭജന സമയത്തെ വൈസ്രോയും ബംഗാൾ വിഭജിച്ച വൈസ്രോയി കഴ്സൺ പ്രഭുവാണ്. ഇന്ത്യയുടെ തലസ്ഥാനം കൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് തലസ്ഥാനം മാറ്റിയത് ഹാർഡിഞ്ച് പ്രഭുവാണ്. കൽക്കത്തയിലായിരുന്നു ഇന്ത്യയുടെ തലസ്ഥാനം. കാരണം ബ്രിട്ടീഷ് ഭരണം ആരംഭിക്കുന്നത് ബംഗാളിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ആദ്യകാലത്തെ തലസ്ഥാനം കൽക്കത്തയിലായിരുന്നു. പിന്നീട് അത് ഡൽഹിയിലേക്ക് മാറ്റി. ആരാ മാറ്റിയത്? ഹാർഡിഞ്ച് പ്രഭു. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ കാലത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു ഹാർഡിഞ്ച് പ്രഭു. അപ്പൊ വാറൻ ഹേസ്റ്റിങ്ങിനെ നമ്മൾ ഒന്നും കൂടി ഓർക്കുക. വാറൻ ഹേസ്റ്റിംഗ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗവർണർ ജനറൽ. 1774 വാറൻ ഹേസ്റ്റിംഗ് ആണ് റവന്യൂ വകുപ്പ് രൂപവൽക്കരിച്ചത്. ആ വാറൻ ഹേസ്റ്റിങ്ങിന്റെ കാലത്താണ് ബംഗാൾ ഏഷ്യാറ്റിക് സൊസൈറ്റി സ്ഥാപിക്കപ്പെടുന്നത്. ആരുടെ കാലത്താ? വാറൻ ഹേസ്റ്റിങ്ങിന്റെ കാലത്താണ്. മറ്റൊരു വൈസ്രോയി നമുക്കറിയാം, വെല്ലസ്ലി പ്രഭു. വെല്ലസ്ലി പ്രഭു ആരാണ്? സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് വെല്ലസ്ലി പ്രഭുവാണ്. ദത്താവകാശം ആരാണ്? ഡൽഹൌസി പ്രഭു. ദത്താവകാശവും സൈനിക സഹായ വ്യവസ്ഥയും എന്താ?
1757 ബംഗാളിൽ ആരംഭിച്ച ബ്രിട്ടീഷ് രാജ്. ആ ബ്രിട്ടീഷ് രാജ് ഇന്ത്യയിൽ ആകെ പടരുന്നത് വെറും യുദ്ധങ്ങളിലൂടെ നാട്ടുരാജ്യങ്ങളെ തോൽപ്പിച്ചിട്ടൊന്നുമല്ല, പല തന്ത്രങ്ങളിലും കൊണ്ടുകൂടിയായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട 2 തന്ത്രങ്ങളാണ് ദത്താവകാശ നിരോധന നിയമം, അതുപോലെ തന്നെ സൈനിക സഹായ വ്യവസ്ഥ. അതിൽ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവരുന്നത് ഡൽഹൌസിയാണ്. സൈനിക സഹായ വ്യവസ്ഥ അത് വെല്ലസ്ലിയാണ്. ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ്. സതി നിരോധനം വില്യം ബെന്റിക് പ്രഭുവാണ്. ഓർക്കണേ, രാജാ റാംമോഹൻ റായിയുടെ പ്രേരണയെ തുടർന്ന് ഇന്ത്യയിൽ സതി നിരോധിക്കപ്പെടുന്നുണ്ട്. ആരാണ് കൊണ്ടുവരുന്നത്? വില്യം ബെന്റിക് പ്രഭുവാണ്. ദത്താവകാശ നിരോധന നിയമം ഡൽഹൌസിയാണ്. എന്നാൽ ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് കാനിങ് പ്രഭുവാണ്. കാനിങ്ങിനെയും കഴ്സനെയും മാറണ്ടട്ട. കഴ്സനുമായിട്ട് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ്? കഴ്സനാണ്. എന്നാൽ ദത്താവകാശ നിരോധന നിയമം പിൻവലിച്ചത് ആരാണ്? അത് കാനിങ് പ്രഭു. അതുപോലെ തന്നെ വൈസ്രോയിമാരിൽ വരുന്നൊരു ചോദ്യമാണ് നാട്ടുഭാഷാ പത്ര നിയന്ത്രണ നിയമം. അത് ലിറ്റൻ പ്രഭുവാണ്. നാട്ടുഭാഷാ പത്ര നിയന്ത്രണ നിയമം. എന്നാൽ നാട്ടുഭാഷാ പത്ര നിയന്ത്രണ നിയമം പിൻവലിച്ചത് ആരാണ്? റിപ്പണാണ്. ഓക്കെ. ഇനി അതുകൂടാതെ ബംഗാൾ വിഭജനം നടത്തിയെന്നത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം പിൻവലിച്ചത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് പ്രഭുവിനും അതുപോലെ തന്നെ മറ്റൊരു പ്രധാനമുണ്ട്. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ കാലത്ത് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഹാർഡിഞ്ച് പ്രഭുവായിരുന്നു, അല്ലേ? അതുപോലെ തന്നെ റിപ്പൺ പ്രഭുവിനെ നമ്മൾ ഓർത്തു വെച്ചിട്ടുണ്ട്. റിപ്പൺ പ്രഭുവിന് ഞാൻ പറഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത്. ഇവിടെ ഉണ്ട്. റിപ്പൺ പ്രഭുവിനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, മദ്രാസ്, കൽക്കത്ത എന്നിവിടങ്ങളിൽ സർവകലാശാലകൾ സ്ഥാപിച്ചത് ആരാണ്? റിപ്പൺ പ്രഭുവാണ്. ഇതിന് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കുന്നില്ലേ? നിങ്ങളിതൊരു ലിസ്റ്റാക്കി വെക്കുക. ലിസ്റ്റാക്കി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് റിവൈൻഡ് ചെയ്ത് വെക്കുക. ഇനി വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ തങ്ങും. ഓക്കെ. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് രാജാ റാം മോഹൻ റായ് ആണ്. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം മാത്രമല്ല രാജാ റാം മോഹൻ റായ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് കൂടിയാണ് രാജാ റാം മോഹൻ റായ്, അല്ലേ? ബ്രഹ്മസമാജം ആരംഭിച്ചത് ആരാണ്? രാജാ റാം മോഹൻ റായ് ആണ്. ആരുടെ പ്രേരണയാലാണ് വില്യം ബെന്റിക് പ്രഭു സതി നിരോധിക്കുന്നത്? അതിനുവേണ്ടി പരിശ്രമം എടുത്തയാൾ. സതി നിരോധിച്ചത് രാജാ റാം മോഹൻ റായ് അല്ലെങ്കിലും അതിനുവേണ്ടി ശ്രമം നടത്തിയ ആള് രാജാ റാം മോഹൻ റായ് ആണ്, അല്ലേ? ബ്രഹ്മസമാജം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പത്രങ്ങൾ ഓർക്കണം, പ്രത്യേകിച്ച് സമ്പാദ് കൗമുദി നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കേണ്ടതാണ്. രാജാ റാം മോഹൻ റായ് വേദാന്ത കോളേജ് സ്ഥാപിച്ചിട്ടുണ്ട്. എവിടെയായിരിക്കും? അത് കൽക്കത്തയിലായിരിക്കും. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്, അല്ലേ? ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ മുഖ്യ ശില്പി ജവഹർലാൽ നെഹ്റു ആണ്. ചൈനയുമായി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചതും ജവഹർലാൽ നെഹ്റു ആണ്. അന്നത്തെ ആ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ചൗ എൻ ലായി ആണ്. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ആരെയാണ്? ജവഹർലാൽ നെഹ്റു ആണ്. മഹാത്മാഗാന്ധി തൻ്റെ രാഷ്ട്രീയ പിൻഗാമിയായി പ്രഖ്യാപിച്ചത് ജവഹർലാൽ നെഹ്റുവിനെയാണ്. പക്ഷേ മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ആരാണ്? മഹാത്മാഗാന്ധിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ ഓർക്കുമ്പോൾ നമ്മൾ ഓർക്കണം, സുഭാഷ് ചന്ദ്രബോസ് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിനെ ഓർക്കുമ്പോൾ പ്രധാനമായും INA ഓർക്കണം. അതുപോലെ തന്നെ അദ്ദേഹം സ്ഥാപിച്ച ഫോർവേഡ് ബ്ലോക്കിനെയും ഓർക്കണം. സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക്, അല്ലേ? സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട സംഘടനയാണ് ഫോർവേഡ് ബ്ലോക്ക്. പക്ഷേ INA നേതൃത്വ സ്ഥാനത്തേക്ക് പിന്നെ സുഭാഷ് ചന്ദ്രബോസ് എത്തുന്നുണ്ട്. പക്ഷെ INA സ്ഥാപിതമാക്കുന്നതും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇതൊക്കെ തന്നെ പിന്നെ സുഭാഷ് ചന്ദ്രബോസിന് കൊടുക്കുന്നതും റാഷ് ബിഹാരി ബോസാണ്. ഓക്കെ. ഗാന്ധിജി ചമ്പാരനിൽ സത്യാഗ്രഹം നടത്തിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, 1917. ചമ്പാരൻ സത്യാഗ്രഹമാണ് ഗാന്ധിജി നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം, അല്ലേ? ഗാന്ധിജി നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ്? അത് 1918 ഏതാണ്? അഹമ്മദാബാദ് ബിൽ തുണി സമരമാണ്, അല്ലേ? തുണിമിൽ തൊഴിലാളികളുടെ സമരമാണ് ആദ്യം നടത്തിയ നിരാഹാര സമരം. ആദ്യം ഇന്ത്യയിൽ നടത്തിയ സത്യാഗ്രഹം ചമ്പാരൻ തന്നെയാണ് 1917. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സേവനമനുഷ്ഠിച്ചത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ്. ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായി സ്ഥാനിച്ചത് രാജേന്ദ്ര പ്രസാദാണ്. രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി കൂടിയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയാണെന്ന് മാത്രമല്ല, ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷനും കൂടിയായിരുന്നു. അതായത് ഇന്ത്യൻ രാഷ്ട്രപതിയാകുന്നതിന് മുമ്പേ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ കൂടിയായിരുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിത നിലവിലെ ദ്രൗപദി മുർമുവാണ്. അപ്പോൾ ആദ്യത്തെ വനിത ആരാണ്? പ്രതിഭ പാട്ടീലാണ്. ദ്രൗപദി മുർമുവിൻ്റെ മറ്റൊരു പ്രത്യേകത സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ്.
ബാക്കിയുള്ളവരൊക്കെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ജനിച്ചവരാണ്. ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ രാഷ്ട്രപതിയായതും ആരെന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. ഗോത്രവർഗ വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമുവാണ്. ഓക്കെ, നിങ്ങൾക്കറിയാലോ സിദ്ധു കാനു സന്താൽ കലാപം, സന്താൽ വിഭാഗത്തിൽപ്പെട്ടതാണ് ദ്രൗപദി മുർമു. സിദ്ധു മുർമു, കാനു മുർമു എന്ന് തന്നെയാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ദ്രൗപദി മുർമു സന്താൽ വിഭാഗത്തിൽ നിന്നാണ്. ഇന്ത്യയിൽ നടന്ന ഏറ്റവും വലിയ ഗോത്രവർഗ കലാപമാണ് സന്താൽ കലാപം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതലുള്ള ഗോത്രവർഗക്കാർ ആരാണെന്ന് ചോദിച്ചാലും അതും സന്താളുകളാണ്. രാജ്മഹൽ കുന്നുകളുടെ താഴ്വരകളിലാണ് സന്താളുകൾ ജീവിച്ചിരിക്കുന്നത്. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ദ്രൗപദി മുർമുവിന്റെ എതിർ സ്ഥാനാർത്ഥി യശ്വന്ത് സിൻഹയാണ്. ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ആദ്യ വനിത പ്രതിഭ പാട്ടീലാണ്. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ കാലം രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? രാജേന്ദ്ര പ്രസാദ് ആണെങ്കിൽ ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്നത് സക്കീർ ഹുസൈൻ ആണ്. ഏറ്റവും കുറച്ചു കാലം രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? സക്കീർ ഹുസൈൻ. ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ വിജയിച്ച രാഷ്ട്രപതി വി ഗിരിയാണ്. ഓക്കെ, ഏറ്റവും കുറച്ചു കാലം ഉപരാഷ്ട്രപതിയായിരുന്നതും വി ഗിരിയാണ്. ഓക്കെ, അങ്ങനെ അതൊന്ന് ഓർത്തിരിക്കുക. ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ആരാണ്? ഇന്ദിരാഗാന്ധി വധിക്കപ്പെട്ട സമയത്ത് രാഷ്ട്രപതിയായിരുന്നത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് അടിയന്തരാവസ്ഥ കാലത്താണ്. നിങ്ങൾക്കറിയാം 6 മൗലികാവകാശങ്ങളുണ്ട് അല്ലേ? അപ്പോൾ ആ മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകും അടിയന്തരാവസ്ഥ കാലത്ത്. അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിൽ ഏതു മുതൽ ഏത് വകുപ്പ് വരെയാണ് അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഭാഗം 18 ആർട്ടിക്കിൾ 352 മുതൽ 380 വരെയാണ് കേട്ടോ. ആർട്ടിക്കിൾ 352 മുതൽ 380 വരെ 18-ാം ഭാഗത്താണ് ഇന്ത്യൻ ഭരണഘടനയിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് പറയുന്നത്. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥകളാണ് ഇന്ത്യയിലുള്ളത് അല്ലേ? രാജ്യം മറ്റൊരു രാജ്യവുമായി യുദ്ധത്തിൽ ഏർപ്പെടുമ്പോഴോ യുദ്ധസമാനമായ സാഹചര്യങ്ങളിലോ രാജ്യത്ത് ആഭ്യന്തര സുരക്ഷിതത്വം ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലോ ആണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഇപ്പം രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് രാജ്യത്തൊരു യുദ്ധം നടക്കുമ്പോൾ, അല്ലെങ്കിൽ യുദ്ധസമാനമായ സാഹചര്യം, അല്ലെങ്കിൽ ആഭ്യന്തര സുരക്ഷിതത്വം ഭീഷണി നേരിടുന്ന സന്ദർഭത്തിൽ ഒക്കെയാണ് രാഷ്ട്രപതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. 3 തരത്തിലുള്ള അടിയന്തരാവസ്ഥയാണ്. ഒന്നാണ് ദേശീയ അടിയന്തരാവസ്ഥ, ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 352 ദേശീയ അടിയന്തരാവസ്ഥ. സംസ്ഥാന അടിയന്തരാവസ്ഥ അഥവാ രാഷ്ട്രപതി ഭരണം 352 4 കൂട്ടിയാൽ 356. വീണ്ടും അതിനോട് 4 കൂട്ടിയാൽ 360 സാമ്പത്തിക അടിയന്തരാവസ്ഥ. എന്താണ് മൗലികാവകാശങ്ങൾ എന്ന് പറഞ്ഞാൽ? രാജ്യത്തെ പരമോന്നത നിയമമായ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. നമ്മുടെ രാജ്യത്തെ പരമമായ നിയമം നമ്മുടെ ഭരണഘടനയാണ്. രാജ്യത്തെ പരമമായ നിയമം ഏതാണ്? നമ്മുടെ ഭരണഘടനയാണ്. ആ ഭരണഘടനയിൽ ഉൾപ്പെടുത്തി എല്ലാ ജനങ്ങൾക്കും തുല്യ നിലയിൽ ഉറപ്പു നൽകുന്ന അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. ഇത് നിഷേധിക്കാൻ പാടില്ല. ഇതൊരു കാരണവശാലും നിഷേധിക്കാൻ പാടില്ല. പൂർണ്ണമായ വ്യക്തിത്വ വികാസത്തിന് ഇത് അനിവാര്യമാണ്. അന്തസ്സോടെ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അവകാശങ്ങളാണ് മൗലികാവകാശങ്ങൾ. എന്തെല്ലാം മൗലികാവകാശങ്ങളുണ്ട്? നമുക്കറിയാം, സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിന് അവകാശമുണ്ട്, ചൂഷണത്തിനെതിരായ അവകാശമുണ്ട്, മതസ്വാതന്ത്ര്യത്തിനെതിരായ അവകാശമുണ്ട്, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമുണ്ട്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശമുണ്ട്. ഇതിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഇതാണ് കേട്ടോ, അല്ലാതെ ഈ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമല്ല. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാം, അവരുടെ സംസ്കാരം, ഭാഷ, ലിപി എന്നിവയൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അത് സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശമാണ്, അല്ലാതെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമല്ല. ഒരു മത ന്യൂനപക്ഷമാണെങ്കിൽ അവരുടെ ഭാഷയും ലിപിയും ഒക്കെ ആ പ്രത്യേക ആളുകൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സംസ്കാരം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആക്ഷേപിക്കാം. അത് ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ്, അല്ലാതെ മതങ്ങൾക്കുള്ള ഒരു അവകാശമായിട്ടല്ല ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മതന്യൂനപക്ഷമാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവർക്ക് നടത്താം. ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, ഈ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടാൽ, ചോദ്യം ചെയ്യപ്പെട്ടാൽ നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിച്ചാൽ സുപ്രീം കോടതി നമ്മുടെ അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് റിട്ടുകൾ പുറപ്പെടുവിക്കും, ഉത്തരവുകൾ പുറപ്പെടുവിക്കും. അതാണ് റിട്ടുകൾ. അങ്ങനത്തെ 5 റിട്ടുകളുണ്ട്. ആ വകുപ്പാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. അങ്ങനെ 6 എണ്ണമാണുള്ളത്. തുടക്കത്തിൽ 7 എണ്ണം ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു സ്വത്തവകാശം. പിന്നീട് നിങ്ങൾക്കറിയാം, ഭരണഘടനാ ഭേദഗതിയിലൂടെ സ്വത്തവകാശം ഭരണഘടനാപരമായ അവകാശമല്ലാതായി മാറി, നിയമാവകാശമായി മാറി. ഇന്ത്യൻ ഭരണഘടന 1950 ജനുവരി 26 നിലവിൽ വന്നപ്പോൾ എത്ര അവകാശങ്ങൾ ഉണ്ടായിരുന്നു? 7 മൗലികാവകാശങ്ങൾ ഉണ്ടായിരുന്നു അല്ലേ?
മൗലികാവകാശമായി 31-ാം വകുപ്പിലെ ഭരണഘടനയിൽ എന്തുൾപ്പെടുത്തിയിരുന്നു? സ്വത്തവകാശം ഉൾപ്പെടുത്തിയിരുന്നു. അന്ന് 31-ൽ സ്വത്തവകാശമുണ്ട്, ഇന്നില്ല. ഇന്ന് 301A ആണ്. ഓക്കെ, അപ്പോൾ അതിലാണ് ഇന്ന് സ്വത്തവകാശം കിടക്കുന്നത്. നിയമപരമായ അവകാശമാണ് ഇന്നത്, എന്തല്ല, സ്വത്തവകാശം അല്ല. 1978-ൽ 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശം ഒരു സാധാരണ അവകാശമായി മാറിയത്. ഇതിനായി 300A വകുപ്പ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തി. അപ്പം 300A ആയാണ് പണ്ട് 31-ൽ കടന്ന മൗലികാവകാശത്തിൽ കടന്ന സ്വത്തവകാശം ഇന്ന് 300Aയിലാണ്. ആ അവകാശം എന്ന് പറയുന്നത് ഇന്ന് നിയമപരമായ അവകാശമാണ്. അത് എടുത്ത് മാറ്റിയത് 44-ാം ഭരണഘടനാ ഭേദഗതിയാണ്. 78-ലാണ് മൊറാർജി ദേശായിയാണ് അന്നത്തെ പ്രധാനമന്ത്രി. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ സമയത്ത് മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടും. ഇപ്പോൾ മൗലികാവകാശങ്ങൾ റദ്ദു ചെയ്യപ്പെടുന്ന അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് ദേശീയ അടിയന്തരാവസ്ഥയാണ്. അത് ആർട്ടിക്കിൾ 352 പ്രകാരമാണ്. അപ്പോൾ അനുച്ഛേദം 358, 59-ലാണ് ഇങ്ങനെ മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്യാം എന്ന് പ്രതിപാദിക്കുന്നത്. ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ അനുച്ഛേദം 19 പ്രതിപാദിക്കുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ റദ്ദു ചെയ്യപ്പെടും. അനുച്ഛേദം 19-ലാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെട്ടതാണ് ഈ മൗലിക സ്വാതന്ത്ര്യങ്ങൾ. 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്. അനുച്ഛേദം 19-ൽ അതൊരു എന്ത് ചെയ്യപ്പെടും? അതും നിഷേധിക്കപ്പെടും. 44-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം യുദ്ധം, കടന്നുകയറ്റം ഇവ കാരണം പ്രഖ്യാപിക്കുന്ന അടിയന്തരാവസ്ഥയ്ക്ക് മാത്രമാണ് അനുച്ഛേദം 19 റദ്ദു ചെയ്യാൻ സാധിക്കൂ. സായുധ കലാപം കാരണം പ്രഖ്യാപിക്കപ്പെടുന്ന അടിയന്തരാവസ്ഥ കാരണം അനുച്ഛേദം 19 റദ്ദു ചെയ്യാൻ പറ്റില്ല. അനുച്ഛേദം 359 പ്രകാരം റദ്ദു ചെയ്യാൻ സാധിക്കാത്ത മൗലികാവകാശങ്ങൾ 20-21 അടിയന്തരാവസ്ഥ കാലത്ത് പോലും നിഷേധിക്കാൻ പറ്റാത്ത മൗലികാവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20-ഉം 21-ലും ഉള്ളത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശത്തിൽ ഉൾപ്പെടാത്ത അവകാശം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, സ്വത്തവകാശമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മഹാത്മാഗാന്ധി കി ജയ് എന്ന് വിളിച്ചുകൊണ്ട് പാർലമെന്റ് പാസാക്കിയ ആർട്ടിക്കിൾ കൂടിയാണ് ആർട്ടിക്കിൾ 17 അയിത്ത നിർമ്മാർജ്ജനം. 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ അല്ലെ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? അനുച്ഛേദം 19-ലാണ് 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 14 പ്രകാരമുള്ള നിയമത്തിന്റെ മുന്നിൽ തുല്യത, ഇക്വാലിറ്റി ബിഫോർ ലോ, ഇതിൽ നിന്ന് എക്സെപ്ഷൻ ഒരാൾക്കുണ്ട്. ആ തത്വത്തിൽ ഇളവ് ലഭിക്കുന്ന ഒരാളാണ് രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണെന്ന് മറ്റൊരു ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ്. 1993 സെപ്റ്റംബർ 28-ലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് 1993 സെപ്റ്റംബർ 28-ലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് 1993 ഒക്ടോബർ 12-നാണ്. 2 ഡേറ്റും ഓർത്തു വയ്ക്കുക. മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് 1993 ഒക്ടോബർ 12, 1993 സെപ്റ്റംബർ 28-നാണ് ദേശീയ മനുഷ്യാവകാശ നിയമം വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഒരു ഉത്തരവ് പ്രകാരം സ്ഥാപിക്കപ്പെട്ടതാണ്. ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരിക്കുന്നയാളായിരിക്കണം. ചെയർമാൻ എന്തായിരിക്കണം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ച ആളായിരിക്കണം. ഇതിനെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണെങ്കിലും ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. ചെയർമാനെ കൂടാതെ 4 സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ. എത്ര സ്ഥിരാംഗങ്ങൾ ഉണ്ടായിരിക്കും? 4 എണ്ണം. കൂടാതെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ എന്നിവരുടെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളാണ്. നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് സ്ഥാപിതമാകുന്നത് 1993 ഒക്ടോബർ 12-നാണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് 1998 ഡിസംബർ 11-നാണ്. ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമാണ് അല്ലേ? ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വരുന്നു. ആരായിരുന്നു ആദ്യത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ? ജസ്റ്റിസ് AM പരീത് പിള്ളയായിരുന്നു.
ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ ഇരുന്ന ആളായിരിക്കണം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കേണ്ടത്. അതിൻ്റെ ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ഏതാണ്? മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്നത് നമുക്കറിയാം, ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയുടെ ചെയർമാൻ അതിനെ ശുപാർശ ചെയ്യുന്നത്, എന്നിട്ട് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ആ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ആഭ്യന്തരമന്ത്രി, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ. അപ്പൊ ലോക്സഭയിൽ നിന്ന് ആരൊക്കെ ഉണ്ട്? ലോക്സഭയിലെ എന്തുണ്ട്? ലോക്സഭാ നേതാവ്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുണ്ട്. അതുകൂടാതെ രാജ്യസഭയിൽ നിന്ന് രാജ്യസഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാനുമുണ്ട്. അതുകൂടാതെ പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുമുണ്ട്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം സർവഭവന്തു സുഖിന എന്നാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ്? സർവഭവന്തു സുഖിന. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യമാണ്. ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരായിരുന്നു? വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആയിരുന്നു. ദേശീയ വനിതാ കമ്മീഷൻ. ദേശീയ വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ ചെയർപേഴ്സൺ അടക്കം 6 അംഗങ്ങളാണ്. ചെയർപേഴ്സൺ അടക്കം എത്ര അംഗങ്ങളാണ് ദേശീയ വനിതാ കമ്മീഷനിലുള്ളത്? 6 അംഗങ്ങൾ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്, അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ എന്താണ്? ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ എന്ന് പറയുന്നത് വിജയ് കിഷോർ രാഹുത്കർ ആണ്. വിജയ് കിഷോർ രാഹുത്കർ. അപ്പൊ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ജയന്തി പട്നായിക്, ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ് കിഷോർ രാഹുത്കർ ആണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം അലോക് റാവത്ത് ആണ്. ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം ആരാണ്? അലോക് റാവത്ത് ആണ്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിളയാണ്. ദേശീയ വനിതാ കമ്മീഷന്റെ ആസ്ഥാനം ഡൽഹിയാണ്. സാധാരണ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി 5 വർഷമാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ. കേരള സംസ്ഥാന വനിതാ കമ്മീഷനിലെ അംഗസംഖ്യ ഞാൻ നേരത്തെ പറഞ്ഞു 6 ആളുകളാണ്. അധ്യക്ഷ ഉൾപ്പെടെയാണ് 6 അംഗങ്ങൾ. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. നിലവിലെ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ്. സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ്? സുഗതകുമാരി. നിലവിലെ അധ്യക്ഷ പി സതീദേവിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം സ്ത്രീശക്തിയാണ്. എന്നാൽ ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ഏതാണ്? അത് രാഷ്ട്രമഹിളയാണ്. ഏതാണ്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം രാഷ്ട്രമഹിളയും ഇവിടെ സ്ത്രീശക്തിയുമാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും മെമ്പർമാരുടെയും കാലാവധി ഏതാണ്? അത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് കേട്ടോ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ എന്താ പറയുക, ശുപാർശ ചെയ്യാനുള്ള സമിതിയുടെ ചെയർമാൻ ആരാണ്? പ്രധാനമന്ത്രിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിശ്ചയിക്കുന്നത് പ്രസിഡന്റാണ്, നിയമിക്കുന്നത് പ്രസിഡന്റാണ്, നിശ്ചയിക്കുന്നതല്ല. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പക്ഷേ കേന്ദ്ര സർക്കാരിനാണ്. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനമായിരുന്നു. ഇപ്പോൾ അത് മാനവ് അധികാർ ഭവനാണ്. സർദാർ പട്ടേൽ ഭവൻ എന്നായിരുന്നു പണ്ട് പേര്. കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം 560 കിലോമീറ്ററാണ്.
കേരളത്തിന്റെ തെക്ക് വടക്ക് നീളം എത്രയാണ്? 560 കിലോമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാടാണ്. ഓക്കെ. അതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഭാഗങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം, കേരളത്തിലെ ചിറാപ്പുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം വയനാടിലുള്ള ലക്കിടിയാണ്. വയനാടിലുള്ള ലക്കിടി. കേരളത്തിന്റെ മൈസൂർ എന്നറിയപ്പെടുന്നത് നിങ്ങൾക്കറിയാലോ, മറയൂർ. അവിടെയാണ് ചന്ദനമുള്ളത്. കേരളത്തിലെ മൈസൂർ എന്നറിയപ്പെടുന്നത് മറയൂറാണ്. പാലക്കാടൻ കുന്നുകളുടെ റാണി നെല്ലിയാമ്പതി അല്ലെ, അവിടുത്തെ ഒരു വലിയ ടൂറിസ്റ്റ് സ്പോട്ടാണ് ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നത്. പാലക്കാടൻ കുന്നുകളുടെ റാണി നെല്ലിയാമ്പതി. പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല കോട്ടയമാണ്. കോട്ടയത്താണ് ആദ്യകാലത്ത് മനോരമയും മാതൃഭൂമി ഒഴികെയുള്ള പ്രധാനപ്പെട്ട മനോരമ, മംഗളം, അങ്ങനെ ഒരുപാട് പത്രങ്ങൾ അന്ന് കോട്ടയത്ത് നിന്ന് വന്നിരുന്നു. അപ്പോൾ പ്രസിദ്ധീകരണങ്ങളുടെ ജില്ല എന്ന് പറയുന്നത് കോട്ടയമാണ്. തടാകങ്ങളുടെ നാട് കുട്ടനാടാണ്. തടാകങ്ങൾ. കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരമാണ് അല്ലെ. പാലക്കാട് ചുരമാണ് കേരളത്തിലേക്കുള്ള കവാടം എന്ന് പറയുന്നത്. പശ്ചിമഘട്ടത്തിലാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും താഴ്ന്ന പ്രദേശവും ഇത് തന്നെയാണ്, പാലക്കാട് ചുരമാണ്. ചന്ദന നഗരം കേരളത്തിലെ മൈസൂർ എന്നൊക്കെ അറിയപ്പെടുന്നത് മറയൂറാണ്. കേരളത്തിൽ നെൽകൃഷിക്ക് ഏറ്റവും യോജിച്ച മണ്ണ്, കേരളത്തിലെ നെൽകൃഷിക്ക് ഏറ്റവും യോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. കേരളത്തിലെ മണ്ണിനങ്ങളിലേക്ക് നമ്മൾക്ക് കടന്നു പോകണം. കേരളത്തിൽ പ്രധാനമായും 8 തരം മണ്ണിനങ്ങളുണ്ട്. അതിൽ നിങ്ങൾ പ്രധാനമായിട്ട് ഓർക്കേണ്ടത് എക്കൽ മണ്ണുണ്ട്, കരിമണ്ണുണ്ട്, വെട്ടുകൽ മണ്ണുണ്ട്, ചെമ്മണ്ണുണ്ട്, മലയോര മണ്ണുണ്ട്, കറുത്ത പരുത്തി മണ്ണുണ്ട്, വനമണ്ണുണ്ട്, പർവ്വത മണ്ണുണ്ട്. മണ്ണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ SCRT-യിലുണ്ട്, നല്ലതായിട്ട് ഓർക്കണം. ഒന്ന് കാലാവസ്ഥയാണ്, ഭൂപ്രകൃതിയാണ്, മഴയാണ്, ശിലകളുടെ സ്വഭാവമാണ്. എന്തൊക്കെയാണ് മണ്ണിന്റെ രൂപം കൊള്ളലിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ? സിമ്പിളായിട്ട് ഓർത്തു വയ്ക്കാം. കാലാവസ്ഥ ബാധിക്കുന്നുണ്ട്. പിന്നെ ഭൂപ്രകൃതി, അതാത് സ്ഥലത്തെ ഭൂപ്രകൃതി. പിന്നെ മഴ, ശിലകളുടെ സ്വഭാവം. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH വാല്യൂ എത്രയാണ്? 6നും 7.5നും മധ്യയാണ്. pHയുമായി ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. pH എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ, അത് വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിന്റെ pH 6നും 7.5നും മധ്യയാണ്. 7ന് താഴെയാണെങ്കിൽ അത് ആസിഡ് സ്വഭാവം കാണിക്കും. 7ന് മുകളിലാണെങ്കിൽ അത് എന്ത് സ്വഭാവത്തെ കാണിക്കുന്നു? ക്ഷാര സ്വഭാവത്തെ. 7ന് താഴെയാണെങ്കിൽ അമ്ല സ്വഭാവവും 7ന് മുകളിലാണെങ്കിൽ എന്തുമാണ്? ക്ഷാര സ്വഭാവവുമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള കൃഷിക്ക് അനുയോജ്യമായ മണ്ണിന്റെ pH എത്രയാണ്? 6നും 7.5നും മധ്യയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലായുള്ള മണ്ണിനം ഏതാണ്? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ലാറ്ററൈറ്റ് മണ്ണാണ് കേട്ടോ. കൃഷിക്ക് ഏറ്റവും അനുയോജ്യം എക്കൽ മണ്ണാണെങ്കിലും കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. ലാറ്ററൈറ്റ് മണ്ണിൽ റബ്ബർ, കുരുമുളക്, കശുമാവ് എന്നിവയൊക്കെയാണ് ധാരാളമായിട്ട് വളരുക. കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്ന പ്രദേശം, സാധാരണയായി കറുത്ത മണ്ണ് ഇന്ത്യയിൽ കാണപ്പെടുന്നത് ഡെക്കാൻ പീഠഭൂമിയിലാണ്, ബസാൾട്ട് ശിലകളൊക്കെ പൊടിഞ്ഞിട്ട്. പക്ഷേ ആ ഡെക്കാൻ പീഠഭൂമിയുടെ ഭാഗം കേരളത്തിൽ വയനാടാണ്. പക്ഷേ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് ഈ കേരളത്തിൽ എവിടെയല്ല, വയനാട്ടിലല്ല. കേരളത്തിൽ അതെവിടെയാണ്? പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കേരളത്തിൽ കറുത്ത മണ്ണ് കാണപ്പെടുന്നത്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ്. കേരളത്തിൻ്റെ പടിഞ്ഞാറൻ സമുദ്രതീരത്തും അതിനോട് ചേർന്ന് കിടക്കുന്ന സമതല പ്രദേശത്തും, കേരളത്തിന് 3 ഭൂവിഭാഗങ്ങളാണ് അല്ലേ, മലനാട്, ഇടനാട്, തീരപ്രദേശം. അപ്പോൾ അവിടെ തീരപ്രദേശത്തും പടിഞ്ഞാറൻ സമുദ്രതീരത്തും അതിനോട് ചേർന്ന് കിടക്കുന്ന സമതല പ്രദേശത്തും കണ്ടുവരുന്ന മണ്ണാണ് തീരദേശ മണ്ണ്. മഞ്ഞ കലർന്ന തവിട്ട് നിറമുള്ള ഈ മണ്ണിൽ 80% മണലിൻ്റെ അംശമായതുകൊണ്ട് ഫലഭൂയിഷ്ടി കുറവാണ്. പുഴയോരത്തും അതിനോട് ബന്ധപ്പെട്ട സമതല പ്രദേശത്തും കണ്ടുവരുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യം. താരതമ്യേന ജൈവാംശം കൂടിയ മണ്ണാണ്. ഫലപുഷ്ടിയുള്ള ഈ ഇനം മണ്ണിലാണ് കൃഷി നന്നായി ചെയ്യുന്നത്. കറുത്ത പരുത്തി മണ്ണ് നമ്മൾ പറഞ്ഞു ചിറ്റൂർ താലൂക്കിലാണ്. അതേ നിരപ്പുള്ള കിഴക്കൻ പ്രദേശങ്ങളിലും കണ്ടുവരുന്ന മണ്ണാണ് കറുത്ത പരുത്തി മണ്ണ്. കറുത്ത പരുത്തി മണ്ണിന് മലയാളത്തിൽ കാതര മണ്ണ് എന്നുകൂടി പേര് പറയും. നെയ്യാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? നെയ്യാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. വന്യജീവി സങ്കേതം, കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് പറയുമ്പോൾ വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. വനഭൂമി, ദേശീയോദ്യാനങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും വലിയ ജില്ലയും ഏതന്നെയാണ്? ഇടുക്കിയാണ്. ഒക്കെ ഓർത്തു വയ്ക്കുക.
വനഭൂമി കൂടുതലുള്ള കേരളത്തിലെ രണ്ടാമത്തെ ജില്ല വയനാടാണ്. ഇടുക്കി കഴിഞ്ഞാൽ പിന്നീട് വയനാടിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമി ഉള്ളത്. വനഭൂമിയും റിസർവ് വനവും ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ലയാണ് ആലപ്പുഴ. വനഭൂമിയും റിസർവ് വനവും കുറഞ്ഞ ജില്ല ആലപ്പുഴയാണ്. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ടയിലാണ്. വനഭൂമി കൂടുതലുള്ളത് ഇടുക്കിയിലാണ്. വനഭൂമി രണ്ടാമത് കൂടുതലുള്ളത് വയനാടിലാണ്. പക്ഷേ റിസർവ് വനങ്ങൾ കൂടുതലുള്ളത് പത്തനംതിട്ടയിലാണ്. കേരളത്തിൽ ചന്ദനമരം കാണപ്പെടുന്നത്, കേരളത്തിൻ്റെ ചന്ദന നഗരമെന്നും കേരളത്തിലെ മൈസൂർ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാ? മറയൂരാണ്, ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ ആണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാറാണ്. ഇടുക്കിയിലാണ് പെരിയാർ. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഓർത്തിരിക്കണം. ഓക്കെ, പെരിയാറിൽ ഇരവികുളം ഉണ്ട് അല്ലേ? ഇരവികുളത്ത് വരയാടാണ് പ്രധാനം. സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങാണ്, ഓർത്തിരിക്കണം. കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതം ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം കൂടിയാണ് കൊല്ലം ജില്ലയിലെ ഈ ചെന്തരുണി വന്യജീവി സങ്കേതം. ചെന്തരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഒരിക്കൽ PSCക്ക് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്തു വെച്ചോളൂ. ഗ്ലൂസ്ട്രാ ട്രാവൻകൂറിക്ക. എന്താണ്? ഗ്ലൂസ്ട്രാ ട്രാവൻകൂറിക്ക. ചെന്തരുണി വന്യജീവി സങ്കേതം ഏത് റിസർവ് വനത്തിന്റെ ഭാഗമാണ്? കുളത്തൂപ്പുഴ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമാണ്. അപ്പോൾ കൊല്ലം ജില്ലയിലുള്ള ചെന്തരുണി വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് നമുക്കറിയാം. ചെന്തരുണി വന്യജീവി സങ്കേതം എന്നുള്ളത് ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ. ആ ചെന്തരുണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത്, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി നിലവിൽ വന്നത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ്. തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതവും ചെന്തരുണി വന്യജീവി സങ്കേതമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് കൂടിയാണ് തെന്മല. ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണ്? തെന്മലയാണ്. അതേസമയം ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് കേരളത്തിലെ രണ്ട് കൺഫ്യൂഷൻ ഉണ്ട്, ഞാൻ പിന്നീട് തീർക്കാം കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്ക് ഇവിടെ ഭണ്ണാർഘട്ട എന്ന് തന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക്. ഇത് സംശയം ഞാൻ കമന്റിൽ പറയാം കേട്ടോ, എനിക്കൊന്ന് നോക്കേണ്ടതുണ്ട്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം ഏതാണ്? നെയ്യാർ. അറിയാലോ. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതാണ്? നെയ്യാറാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ്? നെയ്യാറ്റിൻകര താലൂക്കാണ്. ഓക്കെ. കേരളത്തിന്റെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിലാണ്. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് മരക്കുന്നം ദ്വീപ് നെയ്യാർ ഡാമിലാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്ത് നെയ്യാർ ആണ് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? അത് ആറളത്താണ്, കണ്ണൂർ ജില്ലയിലാണ്. കാസർഗോഡ് അപ്പോൾ വന്യജീവി സങ്കേതം ഇല്ല അങ്ങനത്തെ എന്ന് വിചാരിക്കുക. കാസർഗോഡിലേക്കും കൂടി വ്യാപിച്ചിട്ടുണ്ട്, പക്ഷെ കാസർഗോഡിന് തനതായിട്ടൊരു വന്യജീവി സങ്കേതം ഇല്ല. കേരളത്തിന്റെ ഏറ്റവും വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആറളം വന്യജീവി സങ്കേതമാണ്. ചാമ്പൽ, മണയന്നാൻ, നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം ചിന്നാർ ആണ്. ചിന്നാർ ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. ചൂളന്നൂരുണ്ട്, അത് മയിൽ ആണ്. അവിടെ പക്ഷി സങ്കേതമാണ് ചൂളന്നൂർ. പാലക്കാടാണ്, മയിലാണ്. കേരളത്തിന്റെ മഴനിഴൽ പ്രദേശം കൂടിയാണ് ചിന്നാർ വന്യജീവി സങ്കേതം. മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചാമ്പൽ, മലയണ്ണാൻ, നക്ഷത്ര ആമകൾ എന്നിവ കാണപ്പെടുന്നത് എവിടെയാണ്? ചിന്നാറിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം കയർ ആണ്. കേരളത്തിലെ ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായം ഏതാണ്? കയർ ആണ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേന്ദ്ര മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. കേന്ദ്ര മറൈൻ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിലാണ്. ജനപങ്കാളിത്തത്തോടെ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയായ മിനിവല്ലം, ജനപങ്കാളിത്തത്തോടു കൂടി നിർമ്മിച്ച ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം. മീൻവല്ലം തൂതപ്പുഴയിലാണ്.
സ്വന്തമായി മിനി ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കേരളത്തിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് പാലക്കാട് ജില്ലയിലെ മീൻവല്ല. മണിയാർ സ്ഥിതി ചെയ്യുന്ന ജില്ല മണിയാർ പത്തനംതിട്ടയിലാണ്. എന്താണ് ഈ മണിയാറിന്റെ വലിയ പ്രത്യേകത? കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. ആ മണിയാർ സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത ഏതാണെന്ന് ചോദിച്ചാൽ അത് കക്കാടാണ്, അതും പത്തനംതിട്ടയിലാണ്. ഇപ്പൊ കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതി മണിയാർ പത്തനംതിട്ടയിലാണ്. കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കക്കാടാണ്, പത്തനംതിട്ടയിലാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966, ദേശീയപാതയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ആ ചോദ്യം ആവർത്തിച്ചു വരുന്നു. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഫറൂഖ് പാലക്കാടാണ്. ആ ഫറൂഖാണ് ഇന്ന് കേരളത്തിലെ ആദ്യത്തെ ദീപാലങ്കൃത പാർക്ക്. ഫറൂഖ് പാലക്കാടാണ് കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 966 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ. ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ, നിങ്ങൾ ഇന്ത്യൻ കോഫി ഹൗസിൽ കയറി നോക്കിയിട്ടുണ്ടോ? അവിടെ AKGയെ കാണാം, AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത്. സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിക്കുന്നതിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളിയാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത്. അല്ലേ? വെങ്ങാലൂർ സമരം, ആദ്യത്തെ കർഷക സമരം വെങ്ങാലൂർ സമരമാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാനാണ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? അക്കമ്മ ചെറിയാനാണ്. നമുക്കറിയാം കേരളത്തിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നത്, തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെടുന്നതും അക്കമ്മ ചെറിയാനാണ്. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി. ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കമ്മ ചെറിയാൻ. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമിയാണ്. അമൃതവാണി, പ്രബുദ്ധ കേരളം എന്നീ മാസികകൾ ആരംഭിച്ചത് ആരാണ്? ആഗമാനന്ദ സ്വാമികളാണ്. തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ ഏതാണ്? തൂവയൽ പന്തികൾ എന്നറിയപ്പെട്ട കൂട്ടായ്മ ആരുടേതാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അയ്യാവഴികൾ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മതം അല്ലെങ്കിൽ തത്വശാസ്ത്രം അറിയപ്പെട്ടിരുന്നത്. അയ്യാവഴികൾ, ഓർത്തിരിക്കുക. സമത്വ സമാജം സ്ഥാപിക്കുന്നതും ആര് തന്നെയാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സാരഞ്ജനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് ആരാണ്? സാരഞ്ജനി പരിണയം എന്ന സംഗീത നാടകത്തിന്റെ കർത്താവ് അയ്യത്താൻ ഗോപാലനാണ്. അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ട സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് ആരാണ്? പഴശ്ശിക്കലാപം പ്രമേയമാക്കിയ കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിന്റെ തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായരാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്ത് കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗക്കാർ ആരാണ്? അത് കുറിച്യരും കുറുമ്പറുമാണ്. ബ്രിട്ടീഷുകാരുടെ നികുതി വ്യവസ്ഥയെ ചോദ്യം ചെയ്തുകൊണ്ട് കലാപത്തിൽ പങ്കെടുത്ത ഗോത്രവർഗ വിഭാഗക്കാർ എന്ന് പറയുന്നത് കുറിച്യരും കുറുമ്പറുമാണ്. കുറിച്യരും കുറുമ്പറും കുറിച്യർ കലാപം നടന്നത് 1812 കുറിച്യ സമരത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ നാട്ടിൽ നിന്ന് പുറത്താക്കുക എന്നുള്ളതാണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പിയാണ്. ആരാണ് കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത്? രാമനമ്പി. ദക്ഷിണേന്ത്യയിൽ പുറപ്പെട്ട ഏക ഗിരിവർഗ സമരം കൂടിയാണ് കുറിച്യ സമരം. ദക്ഷിണേന്ത്യയിൽ പൊട്ടിപ്പുറപ്പെട്ട ഏക ഗിരിവർഗ സമരം ഏതാണ്? കുറിച്യർ സമരമാണ്. കുറിച്യ സമരം അടിച്ചമർത്തുന്നത് 1812 മെയ് 8 കുറിച്യ സമരം അടിച്ചമർത്തുന്നത്. സർക്കാർ ജോലികളിൽ തിരുവിതാംകൂർക്ക് മതിയായ പ്രാതിനിധ്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം ഏത്? സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം അവകാശപ്പെട്ടുകൊണ്ട് നടന്ന സംഭവം മലയാളി മെമ്മോറിയലാണ്. തിരുവിതാംകൂറുകാർക്ക് എന്നായിരുന്നു മുദ്രാവാക്യം. മലയാളി മെമ്മോറിയലിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? തിരുവിതാംകൂറുകാർക്ക്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ബാരിസ്റ്റർ GP പിള്ളയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ആദ്യ മലയാളിയും ബാരിസ്റ്റർ GP പിള്ളയാണ്. ഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെട്ട ഒരേ ഒരു മലയാളിയും ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ബാരിസ്റ്റർ GP പിള്ളയാണ്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം 1891. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാൾ രാജാവിന് സമർപ്പിക്കപ്പെട്ട വർഷം ഏതാണ്? 1891. തിരുവിതാംകൂറുകാർക്ക് എന്ന മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവ് ബാരിസ്റ്റർ GP പിള്ള. അപ്പൊ ബാരിസ്റ്റർ GP പിള്ള കൂടാതെ അത്
മലയാളി മെമ്മോറിയൽ 1891 1896 ഈഴവ മെമ്മോറിയൽ വരുന്നുണ്ട്. അത് ഡോക്ടർ പൽപ്പുവിന്റെ നേതൃത്വത്തിലാണ്. മറ്റേ ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ. ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176 ആണ്. ഈഴവ മെമ്മോറിയലിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം എത്രയാണ്? 13,176 ആണ്. ഇപ്പൊ കേരളത്തിൽ 1896 നടന്ന ഈഴവ മെമ്മോറിയൽ പ്രക്ഷോഭത്തിന്റെ നായകൻ ആരാണ്? ഡോക്ടർ പൽപ്പു. ഇപ്പൊ മലയാളി മെമ്മോറിയൽ 1891 ബാരിസ്റ്റർ GP പിള്ള, ഈഴവ മെമ്മോറിയൽ 1896 ഡോക്ടർ പൽപ്പു. ഓർത്തിരിക്കുക. മനുഷ്യരുടെ വായിലെ ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? 8. ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥരം ഏതാണ്? ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥരം പ്ലൂറയാണ്. അപ്പോൾ ക്ലാസ്സുകളെ കുറിച്ചുള്ള അഭിപ്രായം അവസാനം വരെ കണ്ടവരൊന്ന് അഭിപ്രായം രേഖപ്പെടുത്തൂ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ അവസാനം വരെ കണ്ടു എന്നുണ്ടെങ്കിൽ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തിയാൽ നന്ദി. നിങ്ങൾ ക്ലാസ്സുകൾ ഇമ്പ്രൂവ് ചെയ്യണോ, മറ്റേതെങ്കിലും തരത്തിലുള്ള ശൈലികളൊക്കെ ഉൾപ്പെടുത്തണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ പരിഗണിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.